إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. സമാദരണീയരായ സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്കനുസൃതമായി ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാൻ അതിൻ്റെ ആദ്യ പകുതി പിന്നിട്ടിരിക്കുന്നു. ഇതുവരെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ നാം ഓരോരുത്തരും സ്വയം നിർവഹിക്കേണ്ടുന്നതാണ്. പോരായ്മകളുണ്ട് എങ്കിൽ തിരുത്താനും ഇനിയും മാറ്റങ്ങൾ വരുത്താനുണ്ട് എങ്കിൽ മാറ്റം വരുത്തി മുന്നോട്ട് പോകാനുമുള്ള ആലോചനയും പ്രവർത്തന ക്രമീകരണവും സത്യവിശ്വാസികൾ എന്ന നിലക്ക്, റയ്യാൻ ആഗ്രഹിക്കുന്ന നോമ്പുകാർ എന്ന നിലക്ക് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടുന്നതാണ്. ബദറിൻ്റെ ചരിത്രം അനുസ്മരിക്കുകയും ആ ദിനത്തിലെ അതിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണങ്ങളിൽ നിന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്ന് ചരിത്രാനുസ്മരണത്തിനോടൊപ്പം തന്നെ ആ ബദർ നമ്മളോട് വിളിച്ചു പറയുന്ന, നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്ന ഗുണപാഠങ്ങളെക്കുറിച്ചുള്ള ആലോചനയും ചിന്തയും, അത് നമ്മുടെ ജീവിത സാമൂഹിക ചുറ്റുപാടുകളിൽ എന്തു മാറ്റമാണ് വരുത്തേണ്ടത് എന്ന ആലോചനയും ഒക്കെ നടക്കുന്ന സമയമാണ്. പക്ഷേ അതിലേറെ ഗൗരവത്തിൽ ഇപ്പോൾ നാം ചർച്ച ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു വിഷയം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. വിശ്വാസികൾ എന്ന നിലക്ക് നാം അതിനെക്കുറിച്ച് ആലോചിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്നത് ആവശ്യമാണ്. അമേരിക്കയും ഇസ്രയേലും ചേർന്നുകൊണ്ട് ഇറാനിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഭരണാധികാരി
കൊല ചെയ്യപ്പെടുകയും അവിടെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും അരുംകൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, ആ ഒരു ദുഃഖകരമായ ഭീതിതമായ സാഹചര്യത്തിലൂടെയാണ് ലോകം മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് അറിയാം. എക്കാലത്തും ഈ വിഭാഗം ആളുകളുടെ രീതിയാണ് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും യുദ്ധത്തിൻ്റെ ഭാഗമായി കൊന്നൊടുക്കുക എന്നുള്ളതും ഒരു സമുദായത്തിൻ്റെ, ഒരു നാടിൻ്റെ നേതാവിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതും. ഇസ്ലാമിൻ്റെ ചരിത്രം പഠിച്ച മനസ്സിലാക്കിയ നമുക്ക് ഓരോരുത്തർക്കും അറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിൽ വകവരുത്താൻ ഈ വിഭാഗം നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ എത്രത്തോളമായിരുന്നുവെന്ന്. അതുപോലെ തന്നെയാണ് യുദ്ധരംഗത്ത് നിൽക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ആത്മവീര്യം ചോർത്തിക്കളയുന്നതിനു വേണ്ടി അവരുടെ സ്ത്രീകളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും അരുംകൊല ചെയ്യുക എന്ന് പറയുന്നതും യുദ്ധനീതിയല്ല എന്ന് ബോധ്യമുണ്ടായിരിക്കെ തന്നെ ഈ ലോകക്രമം പോലും അത് അംഗീകരിക്കാത്തതാണ് എന്ന് ബോധ്യമുണ്ടായിരിക്കെ അത്തരത്തിലുള്ള നടപടികളിലേക്ക് ഈ ജനത പോയിട്ടുണ്ട് എങ്കിൽ അത് അവരുടെ ചരിത്രത്തിൻ്റെ ബാക്കി മാത്രമാണ്, അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വഭാവത്തിൻ്റെ ബാക്കി മാത്രമാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമാകും. പക്ഷേ ഖേദകരമെന്ന് പറയേണ്ടുന്ന ഒരു വസ്തുത, നമ്മുടെ നാട്ടിലുള്ള നമുക്കിടയിലുള്ള ആളുകളിൽ പലർക്കും ഇപ്പോഴും ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു കൃത്യമായ നിലപാടിലേക്ക് എത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ ചാറ്റുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പോഴും ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖംനഈ ഷഹീദാകുമോ, അയാളെക്കുറിച്ച് ഷഹീദെന്ന് പറയാൻ കഴിയുമോ, ഷിയാക്കളും അതേപോലെ തന്നെ അഹ്ലുസുന്നയും തമ്മിലുള്ള ആദർശപരമായ വ്യതിരക്തതകൾ എന്തൊക്കെയാണ്, അതിൽ ഷിയാക്കളുടെ പോരായ്മകൾ എന്തൊക്കെയാണ്. ഇങ്ങനെ ഒരു വിഭാഗത്തിനെ കുറിച്ചുള്ള ചർച്ചകളാണ് പലപ്പോഴും നമ്മുടെ പല ഗ്രൂപ്പുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ചർച്ചകൾ കേട്ടാൽ തോന്നുന്നത് ഇറാനിൽ നിന്ന് ഷിയാക്കളെയെല്ലാം തുടച്ചു നീക്കി ഷിയായിസം പറ്റെ ഇല്ലാതെയാക്കി അവിടെ അഹ്ലുസുന്നത്തിനെ സ്ഥാപിക്കാൻ വന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കന്മാരാണ് ട്രംപും നെതന്യാഹുവും എന്നൊക്കെയാണ്. ഈ വിധത്തിലാണ് പലരുടെയും പല വിധത്തിലുള്ള ചർച്ചകളിലെ ഇടപെടലുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ സഹോദരന്മാർക്ക് ഉറച്ച മനസ്സോടുകൂടി പ്രഖ്യാപിക്കാൻ കഴിയണം, നമ്മൾ മർദ്ദിതരോടൊപ്പമാണ്, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനവിഭാഗത്തിനോടൊപ്പമാണ്, അരുംകൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒപ്പമാണ് എന്ന് കൃത്യമായ നിലപാടെടുക്കാൻ വിശ്വാസികൾക്ക് കഴിയണം. എന്തേ ഇനിയും അതിന് കഴിയാത്തത്? എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൻ്റെ നിർദ്ദേശങ്ങൾ ആ വിഷയകമായി നമ്മൾ പഠിക്കാത്തത്? വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 9-ാമത്തെ വചനം ആമുഖത്തിൽ ഓതി കേൾപ്പിച്ചത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിയുടെ വക്താക്കളാകണം, നീതിയുടെ പാന്താവിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലു, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തിനോട് ആദർശപരമായോ മറ്റേതെങ്കിലും തരത്തിലോ അനൈക്യമുണ്ട് എങ്കിൽ അത് അവരോട് നീതി കാണിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ പാടില്ല, അവരോട് നീതി കാണിക്കുന്നതിന് അത് തടസ്സമാകാൻ പാടില്ല. ഈ ഇതിലും അവരോട് നിങ്ങൾ നീതിപൂർവ്വം പെരുമാറണം, അവരോട് നീതി കാണിക്കണം. പീഡിപ്പിക്കപ്പെടുന്നവന്റെ മർദ്ദിതന്റെ അവകാശമാണ്, അവനോട് കാണിക്കുന്ന നീതിയാണ് അവനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വിശ്വാസികളായ ആളുകൾക്ക് സാധിക്കുക എന്നുള്ളത്. അതിന് നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മളോട് പറയുന്നതിന് നമ്മൾ മുഖവിലക്കെടുത്തിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഉറച്ച നിലപാടുണ്ടാകണം. നാം പീഡിതരുടെ ഒപ്പമാണ്, പീഡിപ്പിക്കുന്നവരോടൊപ്പമല്ല, മർദ്ദിതരോടൊപ്പമാണ്, മർദ്ദിക്കപ്പെടുന്ന ആളുകളോടൊപ്പമാണ്, മർദ്ദിച്ചു കൊണ്ടിരിക്കുന്നവനോടൊപ്പമല്ല എന്ന കൃത്യമായ നിലപാട് വിഷയത്തിലെടുക്കാൻ വിശ്വാസികൾക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന ബോധ്യത്തോടുകൂടി നമുക്കതിന് കഴിയണം. നമുക്കറിയാം, ഇറാൻ മാത്രമല്ല, പശ്ചിമേഷ്യയിലെ മുസ്ലിം രാജ്യങ്ങളും സൗദിയും ഖത്തറും അടക്കമുള്ള
ഇസ്ലാമിക രാജ്യങ്ങളും ഈ സമയങ്ങളിൽ അക്രമങ്ങൾക്ക് ഇടയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ നമ്മളെങ്കിലും ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ്. എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ മുസ്ലിം സമുദായം ആക്രമിക്കപ്പെടുന്നത് എന്ന ഒരു ചിന്ത നമുക്കെങ്കിലും ഉണ്ടാവണം. അവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത് ഈ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അതിലംഘിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മുഖവിലക്കെടുത്തിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് ഒരു വിലയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെടാനും പീഡിപ്പിക്കപ്പെടാനും മറ്റാരും സഹായത്തിന് ഇല്ലാത്ത വിധം വളഞ്ഞ് ആക്രമിക്കപ്പെടാനുമുള്ള കാരണം എന്ന് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യമാകും. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 51, 52 വചനങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ ഒന്നടങ്കം വിളിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവരോടായി പറയുന്ന വർത്തമാനം, ലാ തത്തഖിദുൽ യഹൂദ വന്നസ്വാറ ഔലിയാ, നിങ്ങൾ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അഹ്ലുൽ കിതാബിൽപ്പെട്ട യഹൂദികളെയും നസ്രാണികളെയും നിങ്ങൾ ഔലിയാക്കന്മാരാക്കി വെക്കാൻ പാടില്ല. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനോ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനോ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ജൂത ക്രിസ്ത്യാനികളായ ആളുകളോട് സാഹോദര്യം പാടില്ല, അവരോട് കൂട്ടുകൂടാൻ പാടില്ല, അവരോട് കൂട്ടുകച്ചവടം പാടില്ല എന്ന രൂപത്തിലൊക്കെയാണ്. എന്നാൽ അങ്ങനെയല്ല. വലിയ എന്ന പദത്തിന് വലിയ അർത്ഥമാണ് ഇസ്ലാമിലുള്ളത്. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി അവളെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പയ്യന് ഏൽപ്പിച്ചു കൊടുക്കുന്ന പിതാവിന്റെ സ്ഥാനമാണ് വലിയ, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആരോ അവനെ ഇസ്ലാം പരിചയപ്പെടുത്തിയ പേരാണ് വലിയ. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയും തങ്ങളുടെ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന രൂപത്തിൽ ഔലിയാക്കളായി, അങ്ങനെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകളായി ഇവരെ സ്വീകരിക്കരുത് എന്നാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ വചനത്തിന്റെ ബാക്കിയിലെ അത്ഭുതം നിങ്ങളൊന്ന് കേൾക്കണം. ബഅ്ദുഹും ഔലിയാഉ ബഅദ്, അവരിൽ ചിലർ പരസ്പരം സഹായികളാണ് എന്ന് നിങ്ങൾ അറിയണം. നോക്കൂ, നിങ്ങൾ ഇപ്പോൾ ഇറാനിനെ ആക്രമിക്കാൻ വന്നപ്പോൾ ട്രംപും അതുപോലെ തന്നെ നെതന്യാഹുവും ഒരുമിച്ചാ വന്നത്. അഹ്ലുൽ കിതാബിലെ 2 വിഭാഗം ആളുകളാണ്. ആ 2 വിഭാഗം ആളുകൾ പരസ്പരം ഔലിയാക്കളാണ് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ അതൊന്ന് കൃത്യമായി മനസ്സിലാക്കണ്ടേ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വമൻ യതവല്ലഹും മിൻഹും ഫഇന്നഹു മിൻഹും, ഇനി ആരെങ്കിലും അള്ളാഹുവിന്റെ ഈ കൽപ്പനയിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന പക്ഷം അവർ അവരിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അത്തരക്കാരായ അക്രമികളായ ആളുകളെ അള്ളാഹു ഒരിക്കലും സഹായിക്കുകയില്ല, നേർമാർഗം കാണിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു വെക്കുന്നു. നോക്കൂ നിങ്ങൾ, ഇന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പരിചയപ്പെടുത്തപ്പെടുന്ന രാജ്യങ്ങളെല്ലാം അവരുടെ രാജ്യത്തിന്റെ സംരക്ഷണാധികാരം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആരെയാണ്? അവരുടെ നാടിന്റെ കരയും കടലും ആകാശവും തുറന്നു കൊടുത്ത്, അവർക്ക് സൈനിക താവളങ്ങൾ തുറന്നു കൊടുത്ത്, എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്തിട്ട് ആ വിഭാഗം ആളുകളെ സ്വന്തം മണ്ണിൽ പോറ്റിക്കൊണ്ടിരിക്കുന്ന വിഭാഗം ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്ക് നേരെ കാണിച്ച അവഗണനയുടെ ഫലമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇത് ബോധ്യമാകാൻ, ഇത് വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ പഠനങ്ങളോട് ചെയ്യുന്ന അനീതിയാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും വേണം. തുടർന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫതറല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, ഹൃദയത്തിൽ രോഗമുള്ള ചില ആളുകൾ കാണുന്നത് എന്താണെന്നറിയോ? യുസാരിഊന ഫീഹിം, അവർ തങ്ങൾക്ക് ഇവരുടെ സഹായം കിട്ടിയാലല്ലാതെ മറ്റൊരാളുടെയും സഹായം കൊണ്ട് ഈ ഭൂമിയിൽ നിലനിൽക്കാൻ കഴിയില്ല എന്ന് വിശ്വസിച്ച് അവരോട് ധൃതിപ്പെട്ട് ചങ്ങാത്തം കൂടുകയും അവർക്ക് സൈനിക താവളങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. വയഖൂലൂൻ, എന്നിട്ട് അവർ പറയുകയും ചെയ്യുന്നു, നഖ്ശാ അൻ യുസീബനാ ദാഇറ, നഖ്ശാ അൻ യുസീബനാ ദാഇറ, ഇവരില്ലെങ്കിൽ ഞങ്ങൾക്ക് വല്ല അപകടവും സംഭവിക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന്. ആരെക്കുറിച്ച് അത് പറഞ്ഞത്? ഒരു വിശ്വാസി സമൂഹത്തെ കുറിച്ചാണ് പറഞ്ഞത്.
ആ വിശ്വാസി സമൂഹം ഭയപ്പെടുകയാണ്. ഈ ആളുകളുടെ സംവിധാനങ്ങളില്ല എങ്കിൽ, അവരുടെ ആയുധങ്ങളില്ല എങ്കിൽ, അവരുടെ ശക്തി ഇല്ല എങ്കിൽ, അവരുടെ സഹായമില്ല എങ്കിൽ ഞങ്ങൾ കടന്നാക്രമിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഞങ്ങൾ ഇല്ലാതാക്കപ്പെടുകയോ ചെയ്യുമോ എന്ന ഭയം അവരിൽ ഉണ്ടാകും എന്ന് അള്ളാഹു ഒരു താക്കീത് എന്ന നിലക്ക് തുടർന്ന് പറയുന്നത്, ഫഅസല്ലാഹു അൻ യഅതിയ ബിൽ ഫത്ഹ് ഔ അംരിൻ മിൻ ഇൻദിഹി. അള്ളാഹു എങ്ങാനും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു വിജയവും അള്ളാഹുവിൻ്റെ കൽപ്പനയും അവരുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നതിനെ അവർ എന്തുകൊണ്ടാണ് വിചാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യാത്തത് എന്ന ചോദ്യം റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ എത്ര കൃത്യമായിട്ടാണ് നിങ്ങൾ ആരെയാണ് ഔലിയാക്കളായി സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുവോ അതേ ആളുകളെ ഔലിയാക്കളായി സ്വീകരിക്കുന്ന കാഴ്ചയാണ് ആധുനിക ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഖുർആനിൻ്റെ ആയത്തുകൾ അവഗണിച്ച് ഇസ്ലാമിക രാജ്യം ഭരിക്കുന്ന, അതിൻ്റെ ഭരണം കൈയാളുന്ന തട്ടമിട്ട തമ്പുരാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു വലിയുൽ അംർ ആക്കരുത് എന്ന് ആരെക്കുറിച്ച് പറഞ്ഞോ അതേ ആളുകളെ തന്നെ വലിയുൽ അംറായി സ്വീകരിച്ച് തങ്ങളുടെ കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് അവർക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യങ്ങൾ മാറിയിട്ടുണ്ട് എങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയോട് അള്ളാഹുവിൻ്റെ കലാമിനോട് കാണിക്കുന്ന അവഗണനയുടെ തിക്തഫലമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യം ഇനിയെങ്കിലും ഉണ്ടായി തിരുത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ശ്രമിച്ചിട്ടില്ല എങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് ഈ ഉമ്മത്ത് പോയി പോകും എന്ന ഒരു ആലോചന നമ്മളിൽ എങ്കിലും ഉണ്ടാവേണ്ടതുണ്ട്. എന്നാൽ എന്തായിരുന്നു ഈ ജനഹിതം ചെയ്യേണ്ടിയിരുന്നത്? ഇവർ ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു എന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ടല്ലോ. അവർ ഇസ്ലാമിൻ്റെ ചരിത്രം ഒന്ന് കൃത്യമായി വായിച്ചിരുന്നുവെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഇന്ന് ഭരണം കൈയാളിക്കൊണ്ടിരിക്കുന്ന, അവർ ചവിട്ടി നിൽക്കുന്ന ആ മണ്ണിൽ 1400 വർഷങ്ങൾക്കപ്പുറം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഉപരോധത്തിൻ്റെ ചരിത്രമെന്ന് അവർ പഠിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു ദുരവസ്ഥ ഈ ഉമ്മത്തിനുണ്ടാവില്ലായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത് മദീനയിലെത്തിയതിന് ശേഷം അവിടെയുള്ള എല്ലാ ഗോത്രങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് മദീന എന്ന് പറയുന്ന ക്ഷേമരാഷ്ട്രത്തിൻ്റെ ഒരു ദസ്തൂർ, ഒരു ഭരണഘടന ഉണ്ടാക്കുന്നുണ്ട്. സ്വഹീഫത്തു മദീന എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ ഭരണഘടന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുതി തയ്യാറാക്കുന്നുണ്ട്. മദീനയിലുള്ള എല്ലാ ആളുകൾക്കും ഐക്യവും സമത്വവും നൽകുന്ന, അവർക്ക് സുരക്ഷിതത്വം നൽകുന്ന, മദീനയിലുള്ള ആളുകളെ ആരെങ്കിലും പുറത്തുനിന്ന് ആക്രമിക്കാൻ വന്നാൽ അവരെ പിന്തുണക്കാൻ പാടില്ല എന്നും മദീനക്കാരോടൊപ്പമായിരിക്കണം എന്നും എല്ലാ ഗോത്രങ്ങളെ കൊണ്ടും കരാറിൽ ഒപ്പുവെച്ച ആ മദീന കരാർ നിലനിൽക്കെ, ആ മദീന കരാറിൽ ഒപ്പുവെച്ച 3 ജൂത ഗോത്രങ്ങളായിരുന്നു മദീനയിൽ ഉണ്ടായിരുന്നത്. ഒന്ന് ബനു ഖൈനുഖ ആണ്, രണ്ടാമത്തേത് ബനു നദിറാണ്, മൂന്നാമത്തേത് ബനു ഖുറൈലയാണ്. ഈ 3 ജൂതഗോത്രങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആ കരാറിൽ ഒപ്പുവെച്ച ആളുകളാണ്. പക്ഷേ ആ വിഭാഗം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആ കരാറിൽ ഒപ്പുവെച്ചു എങ്കിലും പിന്നീട് അവർ ആ കരാർ ലംഘിക്കുകയാണ് ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആൻ ഈ വിഭാഗം ആളുകളുടെ സ്വഭാവത്തെ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 155-ാമത്തെ വചനത്തിൽ കൃത്യമായി പറഞ്ഞു വെച്ചു. ഫബിമാ നഖ്ലിഹിം മീസാഖഹും വകുഫ്രിഹിം ബിആയാത്തില്ലാഹി വഖത്ലിഹിമുൽ അംബിയാ. ഇവരുടെ ഗുണമാണ്, അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവമാണ്, ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. ബിമാ നഖ്ലിഹിം മീസാഖഹും, കരാർ പറഞ്ഞു കഴിഞ്ഞാൽ ആ കരാർ ലംഘിക്കുക എന്നുള്ളത് ഇവരുടെ ശൈലിയാണ്, ഇവരുടെ ഗുണത്തിലുള്ളതാണ്, രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. വകുഫ്രിഹിം ബിആയാത്തില്ല, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുക എന്നുള്ളതും ഇവരുടെ അടയാളമാണ്. വഖത്ലിഹിമുൽ അംബിയ, അംബിയാക്കന്മാരെ കൊല ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതും കൊല ചെയ്യുക എന്നുള്ളതും ഇവരുടെ പണി തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ആ വിഭാഗം ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒരു നാടിൻ്റെ സമാധാനത്തിന്, ആ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ സമാധാനത്തിന് ഉണ്ടാക്കിയിട്ടുള്ള ആ കരാറുകളിൽ ലംഘനം നടത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഒരു വിഭാഗമല്ല,
ഒരു ജൂതഗോത്രമല്ല, 3 ജൂതഗോത്രങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നടത്തിയ ഈ കരാർ ലംഘിക്കുന്നുണ്ട് ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലായിക്കൊണ്ട്. ആദ്യം ബനൂ കൈനുക ഗോത്രമാണ് പ്രവാചകനോട് നടത്തിയ ഈ കരാർ ലംഘിക്കുന്നത്. ഹിജറ 2-ാം വർഷം നമുക്കറിയാം, ബദർ നടന്നത് ഹിജറ 2-ാം വർഷത്തിലെ റമദാനിലാണ്. ആ ബദറിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും വിജയം നേടിയെടുത്തതിന് ശേഷം മദീനയിലേക്ക് എത്തി. ശവ്വാൽ മാസത്തിലാണ് ബനൂ കൈനുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കരാർ നിഷേധിക്കുന്നത്, ലംഘിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ബനൂ കൈനുകയിന് ഒരു സൂക്ക് ഉണ്ടായിരുന്നു, ഒരു ചന്തയുണ്ടായിരുന്നു. സ്വർണ്ണ വ്യാപാരമായിരുന്നു അവരുടെ തൊഴിൽ. അവിടേക്ക് ചെന്ന ഒരു മുസ്ലിം വനിതയെ, ഒരു സ്വഹാബ വനിതയെ അവർ അപമാനിക്കുകയും തട്ടം പിടിച്ചു വലിക്കുകയും ചെയ്തു. അപമാനിക്കാൻ ശ്രമിക്കുകയും വിവസ്ത്രയാക്കാൻ ശ്രമിക്കുകയും ചെയ്തത് കണ്ട ഒരു മുസ്ലിം യുവാവ്, ഒരു ചെറുപ്പക്കാരൻ, ഒരു സഹാബിയായ മനുഷ്യൻ അതിനെ തടയുകയും ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ അവർ കൂട്ടം കൂടുകയും ആ ചെറുപ്പക്കാരനെ മോബ് ലിഞ്ച് നടത്തി ആൾക്കൂട്ട കൊലപാതകം ചെയ്തു കളഞ്ഞു എന്നുള്ളതാണ്. ഇത് മദീനയുടെ വ്യവസ്ഥയിൽ ഇല്ലാത്തതാണ്, കരാറിന്റെ ലംഘനം ആണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഈ നാട് വിട്ടുപോകണം. 10 ദിവസമാണ് ആ നാട് വിട്ടു പോകാൻ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവധി കൊടുത്തത്. 10 ദിവസത്തിനുള്ളിൽ നാട് വിട്ടു പോകണം. നോക്കൂ നിങ്ങൾ, ആ സ്ത്രീയെ അപമാനിച്ചതും അതിനെ തുടർന്നുണ്ടായ കൊലപാതകവുമാണ് പ്രത്യക്ഷത്തിലുള്ള കാരണമെങ്കിൽ പരോക്ഷമായ കാരണം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് ബദറിൽ ലഭിച്ച വിജയമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ വിജയത്തിൽ ഉണ്ടായ അസൂയയും അത് പിന്നീട് ആ നാട്ടിൽ മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന സ്വാധീനവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ആളുകൾ ഈ രൂപത്തിൽ പ്രതികരിക്കുകയും കരാർ ലംഘനം നടത്തുകയും ചെയ്തത്. 10 ദിവസമാണ് നാട് വിട്ടു പോകാൻ. പക്ഷേ അവർ കോട്ടകളിൽ ഒളിച്ചിരുന്നു എന്നുള്ളതാണ്. ഹിസ്നുകളിൽ, അവരുടെ കോട്ടകളിൽ അവർ അഭയം പ്രാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും 15 ദിവസം അവരെ കോട്ടകളിൽ ഉപരോധിച്ചു. 15 ദിവസമാണ് അവർക്ക് ഭക്ഷണം തടഞ്ഞും അവരുടെ ആവശ്യ സാധനങ്ങൾ തടഞ്ഞും അത്യാവശ്യത്തിന് പുറത്തു പോകാൻ കഴിയാതെയും ആ വിഭാഗത്തെ കോട്ടകളിൽ തടഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും 15 ദിവസം. ആ ഉപരോധം കൊണ്ട് 15-ാം ദിവസത്തിന് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കീഴടങ്ങേണ്ടി വരികയും നാട് വിട്ടു പോവുകയും ചെയ്യേണ്ടി വന്നു ബനൂ കൈനുകയിന് എന്ന് നമുക്ക് ചരിത്രം മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ 2 വർഷങ്ങൾക്കപ്പുറമാണ് ഫലസ്തീനിൽ ഇസ്രായേൽ അവരുടെ നരമേധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചെറുതെങ്കിലും യമൻ എന്ന് പറയുന്ന ആ രാജ്യം അവരുടെ കടൽ മാർഗം അടച്ചിട്ടു. ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തി. അവരുടെ അടുക്കലേക്ക് പോയിക്കൊണ്ടിരുന്ന ചരക്ക് കപ്പലുകളെ തടഞ്ഞു വെക്കുകയും കടൽ മാർഗം അടച്ചിടുകയും മലേഷ്യ പോലെയുള്ള രാജ്യങ്ങൾ അവരുടെ വ്യോമപാത അവർക്ക് മുന്നിൽ അടച്ചിടപ്പെടുകയും ഒക്കെ ചെയ്ത സമയത്ത് ഖേദകരം എന്ന് അങ്ങനെയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ആ ചരിത്രത്തിനോട് നീതിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ചില ഇസ്ലാമിക രാജ്യങ്ങൾ അവരുടെ റോഡുകളെ അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. ഫലസ്തീനിലെ പിഞ്ചുമക്കളെ കൊന്നൊടുക്കുന്നതിനു വേണ്ടി ഇസ്രായേലിന് ആയുധം കടത്താനും അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ കൊണ്ടുപോകുന്നതിനും ആവശ്യ സാധനങ്ങൾക്കും വേണ്ടി റോഡ് മാർഗം തുറന്നുകൊടുത്ത ഒരു വിഭാഗം ആളുകൾ ഉള്ളത് ഇസ്ലാമിക ലോകത്താണ്. പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ നിന്ന് എന്തു പാഠമാണ് പഠിച്ചത്? പ്രവാചക ചരിത്രത്തെ ഇവർ എങ്ങനെയാണ് കാണുന്നത്? അതിൽ നിന്ന് എന്തു പാഠമാണ് ഉൾക്കൊണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമത്തെ സംഭവം ബനൂ നദീറുമായി ബന്ധപ്പെട്ടതാണ്. ഹിജറ 4-ാം വർഷം ഉഹുദ് യുദ്ധത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി. ഉഹുദ് യുദ്ധം നമുക്കറിയാം, ഏറെ ക്ലേശകരമായ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്ന ആ യുദ്ധത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊലപ്പെടുത്താനുള്ള പല ശ്രമങ്ങൾ നടന്നു. പലതിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ഒരു യോഗ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. ആ യോഗ സ്ഥലത്ത് വിളിച്ചു വരുത്തുകയും അവരുടെ ചുമലിന് മുകളിൽ ഒരു പാറക്കല്ലുമായി പ്രവാചകന്റെ തലയിലേക്ക് അത് ഇട്ട് പ്രവാചകനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി അവർ ചട്ടം കെട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയിലൂടെ വിവരം ലഭിച്ചു പ്രവാചകനെ കൊല ചെയ്യുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് എന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ നദീറിനോടും ആവശ്യപ്പെട്ടു, നിങ്ങൾ കരാർ ലംഘിച്ചിരിക്കുന്നു, മദീനയിൽ തുടരാൻ നിങ്ങൾക്ക് അവകാശമില്ല, നിങ്ങൾ പുറത്തു പോകണം. അവരും അവരുടെ കോട്ടകളിൽ അഭയം തേടുകയാണ് ചെയ്തത്. അവരെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപരോധിച്ചു. കോട്ടയിൽ 6 ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കോട്ടയിൽ ഉപരോധിച്ചത്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിലെ ആ ഉപരോധത്തിന്റെ ആ ചരിത്രമെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കോട്ടയിൽ ഉപരോധിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരോട് നാട് വിട്ടു പോകണം എന്ന് പറയുന്ന സമയത്ത്, മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ അവർക്ക് സഹായം പ്രഖ്യാപിച്ചു. മുസ്ലിങ്ങളിൽപ്പെട്ട മദീനയിലുള്ള ആളുകൾ ഈ പറയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തു പോകണം എന്ന് പറഞ്ഞ ബനൂ നദീർ എന്ന ജൂത ഗോത്രത്തിന് സഹായം പ്രഖ്യാപിച്ചു. അവർ രഹസ്യമായി നേതാവിന് കത്തെഴുതി, 2000 പടയാളികളെ കൊണ്ട് നിങ്ങളെ ഞങ്ങൾ സഹായിക്കും, നിങ്ങൾ പുറത്തു പോകേണ്ടതില്ല. ഈ കത്തെഴുതിയ ആളുടെ പേര് അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സുലൂൽ എന്നാണ്, മുനാഫിക്കുകളുടെ നേതാവ്. ഇതിന് മുൻപ് ഉഹുദിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടയോട്ടം നടത്തുമ്പോഴും അവിടെ 300-ലധികം ആളുകളെയും കൊണ്ട് പ്രവാചക സൈന്യത്തിന്റെ ബലം ക്ഷയപ്പെടുത്തി തിരിച്ചു വന്ന മുനാഫിക്കുകളുടെ നേതാവ് അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സുലൂലാണ് ബനൂ നദീർ ഗോത്രത്തിന് സഹായം. നോക്കൂ നിങ്ങൾ, മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെയാണ് സഹായ വാഗ്ദാനം അവർക്ക് ഉണ്ടായത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അവിടെയാണ് അവരുടെ ഈ രഹസ്യ ഇടപാടിനെ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പുറത്തേക്കിട്ടു. 59-ാം അധ്യായം സൂറത്തുൽ ഹശ്റിലെ 11-ാമത്തെ വചനം, അലം തറ പ്രവാചകരെ അങ്ങ് കണ്ടില്ലേ, ഇലല്ലദീന നാഫഖു, ആ മുനാഫിക്കുകളായ ആളുകൾ ചെയ്ത നടപടി പ്രവാചകരെ അങ്ങ് കണ്ടില്ലേ, യഖൂലൂന ലി ഇഖ്വാനിഹിമുല്ലദീന കഫറു, സത്യനിഷേധികളായ അവരുടെ സഹോദരന്മാരോട് അവർ പറഞ്ഞിരിക്കുന്നു പ്രവാചകരെ, മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബിൽപ്പെട്ട ജൂതന്മാരായ ബനൂ നദീർ ഗോത്രമുണ്ടല്ലോ, ആ വിഭാഗം ആളുകളോട് സത്യനിഷേധികളായ അവരുടെ സഹോദരന്മാർ അവരോട് പറഞ്ഞിട്ടുണ്ട്, ലഇൻ ഉഖ്രിജ്തും ലനഖ്റുജന്ന മഅക്കും, നിങ്ങൾ പുറത്താക്കപ്പെട്ടാൽ ഞങ്ങളും നിങ്ങളോടൊപ്പം പുറത്തു വരാം എന്ന്. നിങ്ങൾ മദീനയിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് എങ്കിൽ നിങ്ങളോടൊപ്പം നിങ്ങൾ തനിച്ചു പോകേണ്ടി വരില്ല, ഞങ്ങളും നിങ്ങളോടൊപ്പം വരുമെന്ന്. വലാ നുതിഉ ഫീകും അഹദൻ അബദ, നിങ്ങളിൽ ഒരാളും അത് അനുസരിക്കേണ്ടി വരില്ല എന്ന്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പന അനുസരിക്കേണ്ടി വരില്ല, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്, സൈനിക ബലം നൽകി ഞങ്ങൾ നിങ്ങളെ സഹായിക്കും എന്ന്. വഇൻ ഖൂതിൽതും ലനൻസുറന്നകും, നിങ്ങൾ ഇനി യുദ്ധം ചെയ്യുകയാണ് എങ്കിലോ ലനൻസുറന്നകും, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്ന് ആ ജൂതന്മാരായിട്ടുള്ള ഗോത്രത്തിന് സഹായ വാഗ്ദാനം നൽകിയത് മുസ്ലിങ്ങളിൽ നിന്ന് തന്നെയുള്ള കപടവിശ്വാസികളായ മുനാഫിക്കുകളായ ആളുകളാണ്. അതല്ല എങ്കിൽ ഇങ്ങനെ ഒന്ന് വായിക്കേണ്ടതുണ്ട്. ആധുനിക ചരിത്രം പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു തിരുത്തി വായന അതിന് അനിവാര്യമാണ്. അങ്ങനെ സഹായം പ്രഖ്യാപിച്ചവരെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് മുനാഫിക്കുകൾ എന്നാണ്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഇനി പറയാൻ പോകുന്നത് നമുക്ക് കൂടുതൽ ഗൗരവത്തിൽ ബോധ്യമാകുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബുൻ, അവർ കള്ളമാണ് പറയുന്നത് എന്ന് അള്ളാഹുവിന് അറിയാം. ഒരു കാരണവശാലും ഇവർ പുറത്തു പോകേണ്ട അവസ്ഥ വന്നാൽ ഇവർ കൂടെ പോവില്ല. ഇവർ യുദ്ധം ചെയ്യുന്ന സമയത്ത് മുനാഫിക്കുകൾ ഒരിക്കലും യുദ്ധം ചെയ്യില്ല, അവർ അവരുടെ കണങ്കാലുകളിൽ തിരിഞ്ഞു പിന്നോട്ടടിക്കും എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയത്. അത്തരത്തിലുള്ള ആളുകളാണ് അവർ എന്ന്. എന്നാൽ ഇന്ന് നാം കേൾക്കുന്നത് സിറിയ പോലെയുള്ള രാജ്യത്തിന്റെ ഭരണാധികാരികൾ, ഇസ്ലാമിക ഭരണത്തിന്റെ ഭരണാധികാരികൾ, അങ്ങനെ പറയാൻ കഴിയുമെന്നറിയില്ല, എന്നാലും അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കയോടും ഇസ്രായേലിനോടും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇറാനിനോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ ചരിത്രം എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപരോധത്തിന്റെ ചരിത്രത്തിൽ നിന്ന് ഈ ഉമ്മത്ത് എന്താണ് മനസ്സിലാക്കിയത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. എന്ത് ഗുണപാഠമാണ് അവർക്ക് ലഭിച്ചത് എന്ന്, എന്ത് നേട്ടമാണ് ഈ ചരിത്ര പഠനം കൊണ്ട് ലഭിച്ചത് എന്ന്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിൽ, അവരുടെ ഭരണക്രമത്തിൽ പ്രവാചകന്റെ ജീവിതവും പ്രവാചകന്റെ നടപടികളും എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കിയത് എന്ന് നമ്മളെങ്കിലും ആലോചിക്കേണ്ടതാണ്. പിന്നീട് മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത്, അതിനുശേഷം 6-ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഉപരോധിക്കുകയും അവർ ആയുധം വെച്ച് പ്രവാചകനോട് കീഴടങ്ങുകയും ചെയ്ത സന്ദർഭം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. 59-ാം അധ്യായം സൂറത്തുൽ ഹശ്റിലെ 2-ാമത്തെ വചനം,
ഹുവല്ലദി അഖ്റജല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ്. ഹുവല്ലദി അവനാണ് അഖ്റജല്ലദീന കഫറു ആ സത്യനിഷേധികളായ ആളുകളെ അവരുടെ കോട്ടകളിൽ നിന്ന് സുരക്ഷിതം എന്ന് അവർ ധരിച്ചിരുന്ന അവരുടെ കോട്ടകളിൽ നിന്ന് പുറത്താക്കിയവൻ. മിൻ അഹ്ലിൽ കിതാബ് അഹ്ലുൽ കിതാബിന്റെ ആ ജനഹിതമുണ്ടല്ലോ, പ്രവാചകന്റെ കൽപ്പനകളെ ധിക്കരിച്ച് പ്രവാചകന്റെ ആജ്ഞാനിർദ്ദേശങ്ങളെ അവഗണിച്ച് ആ നാട്ടിൽ നിന്ന് പോകാതെ ആ നാട്ടുകാർക്ക് ഉപദ്രവമുണ്ടാക്കി വീണ്ടും അവരുടെ കോട്ടകളിൽ സുരക്ഷിതരായി കഴിഞ്ഞിരുന്ന സുരക്ഷിതർ എന്ന് വിചാരിച്ചു കഴിഞ്ഞിരുന്ന ആ ജനഹിതത്തെ ആ കോട്ടകളിൽ നിന്ന് പുറത്താക്കിയത് നാമാണ്. ലി അവ്വലിൽ ഹശർ പ്രവാചകരെ അങ്ങ് കൂട്ടം കൂടിയ ഒരുമിച്ചു കൂടിയ സൈനിക സജ്ജീകരണം നടത്തിയ അതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ മാ വനൻതും അയ്യഖ്റുജു നിങ്ങൾ വിചാരിച്ചിട്ടില്ലല്ലേ അവർ പുറത്തു പോകും? പ്രവാചകനോട് ചോദിക്കാൻ, നിങ്ങൾ വിചാരിച്ചിരുന്നോ അവർ ഇങ്ങനെ പുറത്തു പോകുമെന്ന്? അന്നഹും മാനിഅതും ഹുസൂനഹും മിനല്ലാഹ് അവരും വിചാരിച്ചിരുന്നത് അള്ളാഹുവിൽ നിന്ന് അവരെ തടുക്കാൻ അവരുടെ കോട്ടകൾ മതിയാകും എന്നതാണ്. എന്നാൽ അള്ളാഹു അവർ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അവരിൽ ഇടപെടലുകൾ നടത്തി എന്നുള്ളതാണ്. അവർ വിചാരിച്ചത് ഈ കോട്ടകൾക്കുള്ളിൽ സുരക്ഷിതമായി അങ്ങ് ഇരുന്നു കളയാം എന്നാണ്. എന്നാൽ അവർ വിചാരിക്കാത്ത അവർ ചിന്തിക്കാത്ത ഇടങ്ങളിലൂടെ അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാവുകയും അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ഭയം നിറച്ചു കൊടുത്തു. ഇനിയും ഇങ്ങനെ ഉപരോധിക്കപ്പെട്ടാൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുമെന്ന ഭയം അവരിൽ അള്ളാഹു വിട്ടുകൊടുത്തതാണ്. ആധുനിക കാലം നിങ്ങൾ പരിശോധിച്ചു നോക്ക്. അയൺ ഡോമിന്റെ ആ സുരക്ഷിത വലയത്തിൽ ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന് വിചാരിക്കുന്നവർ, ബങ്കറുകളിൽ തങ്ങളുടെ നാട്ടിലുള്ള എല്ലാ പൗരന്മാരും സുരക്ഷിതരാണ് എന്ന് വിചാരിക്കുന്നവർ, ഏതുപോലെ അഹ്ലുൽ കിതാബിന്റെ ആളുകൾ അവരുടെ സുരക്ഷിതമെന്ന് കരുതിയ കോട്ടകളിൽ സുരക്ഷിതരാണ് എന്ന് വിചാരിച്ച് കഴിഞ്ഞുകൂടിയതുപോലെ അവിടെ അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിയെ തുടർന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ആ ഉപരോധത്തിന്റെ നടപടിയെ തുടർന്നാണ് അവർക്കിടയിൽ അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാവുകയും അവരെ ആ കോട്ടകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, നാം ഒരുക്കി വച്ചിരിക്കുന്ന സുരക്ഷിതമെന്ന് കരുതുന്ന ഈ അയൺ ഡോം സംവിധാനങ്ങളും ബങ്കർ സംവിധാനങ്ങൾക്കും അപ്പുറത്ത് അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന്. ആ ഇടപെടൽ ഉണ്ടാകണം എങ്കിൽ അതിന് പ്രാപ്തമായ വിധത്തിലുള്ള മാറ്റങ്ങൾ മുസ്ലിം സമുദായത്തിൽ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകണം എന്ന് കൃത്യമായ ഒരു ധാരണ വിശ്വാസികളായ നമുക്കെങ്കിലും ഉണ്ടാവണം. മൂന്നാമത്തെ സംഭവം ബനൂ ഖുറൈളയുമായി ബന്ധപ്പെട്ടതാണ്. ബനൂ ഖുറൈള ഈ ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത എന്ത് എന്ന് പറഞ്ഞാൽ, മുസ്ലിം ഉമ്മത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും എപ്പോഴെല്ലാം ക്ഷീണിതരാകുന്നുവോ അപ്പോഴെല്ലാം ആക്രമണം നടത്താൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യത്തിൽ ബദർ കഴിഞ്ഞു വന്ന പ്രവാചകനെയും അനുചരന്മാർക്കും എതിരെയാണ് അവർ പടപ്പുറപ്പാട് നടത്തിയത് എങ്കിൽ രണ്ടാം ഘട്ടത്തിൽ ഉഹുദ് യുദ്ധം കഴിഞ്ഞു വന്നപ്പോഴാണ് ഈ അവസ്ഥയുണ്ടായത്. മൂന്നാമത്തത് ഖന്തക് യുദ്ധത്തിന് ശേഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയെ തകർക്കാൻ കടന്നു വരുന്ന ആ ശത്രുക്കളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മുഴുപ്പട്ടിണിയുടെ കാലത്ത് വയറ്റിൽ കല്ല് കെട്ടിവെച്ച് കിടങ്ങു കുഴിച്ച് പ്രതിരോധിക്കുന്ന സമയത്ത് ആ ശത്രുക്കൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കാൻ പാടില്ല എന്ന മദീന കരാർ നിലനിൽക്കെ തന്നെ ബനൂ ഖുറൈള ഗോത്രം അവരുടെ കോട്ടകളുടെ വാതിലുകൾ ശത്രുക്കൾക്ക് മുന്നിൽ മലർക്കെ തുറന്നിട്ട് കൊടുത്തു. പക്ഷെ പ്രവാചകൻ അതിനെയും അതിജയിച്ചുകൊണ്ട് ആ യുദ്ധത്തിൽ വിജയിച്ചു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിക്ഷീണിതനായി വീട്ടിലെത്തിയ സമയത്താണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയുന്നത്, റെസ്റ്റ് എടുക്കാനായിട്ടില്ല, ഇരിക്കാനായില്ല, നിങ്ങൾ ആയുധങ്ങൾ താഴെ വെച്ചുവല്ലേ, ഞങ്ങൾ മലക്കുകൾ ഇപ്പോഴും ആയുധങ്ങൾ താഴെ വെച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ബനൂ ഖുറൈളയുടെ അടുക്കലേക്ക് പുറപ്പെടണം. ഈ ഉമ്മത്തിനെ ചതിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആ ബനൂ ഖുറൈള ഗോത്രത്തിന്റെ അടുത്തെത്തിയതിന് ശേഷം മാത്രമേ അസർ നമസ്കരിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിന്റെ വഹിയൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും ബനൂ ഖുറൈളയുടെ അടുക്കലേക്ക് പോവുകയും മുൻപ് 2 ജൂതഗോത്രങ്ങൾ ചെയ്തതുപോലെ തന്നെ ഇവരും ബനൂ ഖുറൈളയും അവരുടെ കോട്ടകളിൽ അഭയം പ്രാപിക്കുകയും അവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപരോധിക്കുകയും അതിനെ തുടർന്ന് അവർക്ക് നാട് വിട്ടുപോകേണ്ടി വരുന്ന, പ്രവാചകന്റെ കൽപ്പന അനുസരിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായി എന്ന് ഇസ്ലാമിക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
ഇത്ര കൃത്യമായ ഒരു ഉപരോധത്തിന്റെ ചരിത്രം ഇസ്ലാമിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ഉമ്മത്ത് മനസ്സിലാക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ ഉമ്മത്തിന്റെ നേതൃത്വം നൽകുന്ന തട്ടമിട്ട രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഇതൊന്നും മനസ്സിലാക്കാത്തത്? അവർക്ക് സാധ്യമായിട്ട് പോലും ഇന്ന് നോക്കൂ നിങ്ങൾ, ഏറ്റവും കൂടുതൽ കച്ചവട ബന്ധം ബിസിനസിന്റെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ബിസിനസ് ഹബ്ബായി മാറിയിരിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർക്ക് ആവശ്യമായ ഓയിലും മറ്റ് സംവിധാനങ്ങളും പെട്രോളും അടക്കമുള്ള ഇന്ധന സാമഗ്രികൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതേ അറബ് രാജ്യങ്ങളാണ് എന്ന് നമുക്ക് കൃത്യമായി ബോധ്യമുള്ള കാര്യമാണ്. എന്തേ അവിടെ ഒരു ഇടപെടൽ നടത്താൻ ഈ ഉമ്മത്തിന് ഈ ഒരു ഗതികേട് വരാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇടപെടൽ നടത്താൻ സാധിക്കാതെ പോകുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി ഒരു ഉപരോധം പ്രഖ്യാപിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല. അതിനു മുൻപ് സുമാമ എന്ന് പറയുന്ന യമാമയിലെ രാജാവ് അവിശ്വാസിയായിരുന്നിട്ട് പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് വിശ്വാസം പ്രഖ്യാപിച്ചതിന് ശേഷം സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് മക്കയിൽ പോയി ഉംറ ചെയ്യാനുള്ള അനുവാദം നൽകണം. എനിക്ക് മക്കയിൽ പോയി ഉംറ ചെയ്യാനുള്ള അനുവാദം നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പോൾ മക്കയിൽ പോകാനുള്ള അനുവാദമില്ല. പക്ഷേ പ്രവാചകൻ അദ്ദേഹത്തെ തടഞ്ഞില്ല. സുമാമ മക്കയിലേക്ക് പോകുന്നുണ്ട് ഉംറ ചെയ്യുന്നതിന് വേണ്ടി, ആക്രമിക്കപ്പെടുന്നുണ്ട്. പക്ഷേ കഅബയുടെ അടുക്കൽ ചെന്ന് നിന്നുകൊണ്ട് ഖുറൈശി പ്രമുഖരോട് സുമാമ നടത്തുന്ന ഒന്നാമത്തെ ഉപരോധത്തിന്റെ വർത്തമാനം ചരിത്രത്തിലുണ്ട്. അഖ്സിമു ബിറബ്ബി ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിന്റെ ഈ ഗേഹത്തിന്റെ നാഥൻ തന്നെയാണ് സത്യം. ഇന്നഹു ലാ യസിലുകും ബഅദ ഔദതി ഇലൽ യമാമ ഹബ്ബത മിൻ കംഹിഹാ ഔ ശൈഇൻ മിൻ ഖൈറാതിഹാ, ഞാൻ യമാമയിലേക്ക് മടങ്ങിപ്പോയതിന് ശേഷം അവിടെ നിന്നൊരു മണി ഗോതമ്പ് നിങ്ങളുടെ അടുക്കലേക്ക് വരില്ല. ഇതുവരെയും നിങ്ങൾക്ക് വന്നുകൊണ്ടിരുന്ന ഒരു സഹായവും യമാമയിൽ നിന്ന് നിങ്ങൾക്കിനി വന്നു കിട്ടില്ല. ഏതുവരെ? നിങ്ങളുടെ കൂട്ടത്തിലെ അവസാനത്തെ ആൾ വരെ മുഹമ്മദിന്റെ മതത്തിൽ വിശ്വസിക്കുന്നത് വരെ ഇനി ഒരു മണി തരില്ല എന്ന ഉപരോധത്തിന്റെ കൃത്യമായ വർത്തമാനം ഒറ്റയ്ക്ക് കൂടാരും ഉണ്ടായിട്ടൊന്നുമില്ല. സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു ഇത് പറയുമ്പോൾ ഒരു സൈന്യത്തിന്റെ അകമ്പടിയൊന്നുമില്ല, ഒറ്റക്ക് നിന്ന് പ്രഖ്യാപിച്ചിട്ട് തിരിച്ചു പോന്ന് ആ ഉപരോധം കൃത്യമായി നടപ്പിലാക്കി. ഭക്ഷ്യവസ്തുക്കളുടെ വില ഇങ്ങനെ അനധികൃതമായി നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കത്തെഴുതി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട്. നോക്കൂ നിങ്ങൾ, ഈ സംഭവം നടന്നത് ചരിത്രത്തിന്റെ ഒരു സത്യം മനസ്സിലാക്കണം. ഈ സംഭവം നടന്നത് ഹിജ്റ 6-ാം വർഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിലേക്ക് അനുവാദം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിലൊക്കെ പ്രവാചകനുമായിട്ടുള്ള ഒരു സന്ധി, ഹുദൈബിയ സന്ധി നടക്കുന്നതും 6-ാം വർഷമാണ്. ഇതൊക്കെ അതിന് ഒരു കാരണമാണ് എന്ന് കൃത്യമായി ഈ ഉമ്മത്ത് ഈ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടുന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് സാധിക്കുന്ന ഒന്നുണ്ട്, നമ്മൾ അതെങ്കിലും ചെയ്യാതെ പോകരുത്. എത്രയെത്ര ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നാവുകൾക്ക്, രുചിമുകുളങ്ങൾക്ക് രസം പകർന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം നമ്മൾ ഇങ്ങനെ വാങ്ങി ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ കടയിൽ ഇങ്ങനെ മാലതോരണങ്ങൾ പോലെ വിവിധ വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞു തൂക്കിയിട്ട പലഹാരങ്ങൾ, ഈ പറയപ്പെട്ട രാജ്യങ്ങളുടേതാകുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യമെങ്കിലും ആലോചിക്കണം, അതിലെല്ലാം ഫലസ്തീനിലെയും ഇറാനിലെയും കുട്ടികളുടെ ചോരയുടെ ചവർപ്പുണ്ട് എന്ന്. അത് മനസ്സിലാക്കിയിട്ടെങ്കിലും ഈ ഉൽപ്പന്നങ്ങളെ നമ്മളാൽ കഴിയുന്നതൊന്നും ചെയ്യാനുണ്ടല്ലോ. ഉറപ്പാണല്ലോ നാളെ പടച്ചറബ് നീ എന്ത് ചെയ്തു എന്നെങ്കിലും ചോദിക്കൂലേ? ആ സമയത്ത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി മറുപടി പറയാൻ, റബ്ബേ എന്നാൽ സാധിക്കും വിധം അവർക്ക് ഉപരോധം ഏർപ്പെടുത്താൻ, അവരുടെ സാമ്പത്തിക ശേഷിയിലേക്ക് എൻ്റെ ഒരു നയാ പൈസ ചെല്ലാതിരിക്കാനുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് റബ്ബേ എന്ന്. നിങ്ങൾക്കറിയോ, 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഫലസ്തീനിൽ ഈ നരമേധം നടക്കുന്ന സമയത്ത് നമ്മുടെ ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട ഒരു പ്രമുഖ ബാൻഡിന്റെ വൈസ് ചെയർമാൻ, ജോൺസൺ ആൻഡ് ജോൺസണിന്റെ വൈസ് ചെയർമാൻ ഒരു ക്രിസ്മസ് ദിനത്തിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ഫലസ്തീനിൽ നടക്കുന്നത് ആത്മീയ യുദ്ധമാണ്. അതുകൊണ്ട് ഓരോ മുസ്ലിമിനെയും കൊല ചെയ്യപ്പെടൽ അനിവാര്യമാണ് എന്ന് പറഞ്ഞ അതേ പൗഡറിന്റെ
അതേ പ്രൊഡക്റ്റുകൾ തന്നെയല്ലേ നമ്മുടെ കുട്ടികളുടെ നറുമണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എങ്കിൽ അതിൽ ഫലസ്തീനിലെ പിഞ്ചോമനകളുടെ രക്തത്തിൻ്റെ മണമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ നമ്മളാൽ കഴിയുന്നതെങ്കിലും ഈ ഉമ്മത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ സഹോദരന്മാർ എന്ന നിലക്ക് വിശ്വാസികളായ ഈ സമൂഹത്തിനോട് എന്തു ബാധ്യതയാണ് നമ്മൾ നിർവഹിച്ചിട്ടുള്ളത് എന്ന് ആലോചിക്കേണ്ടതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സമയം അല്പം വൈകിയിട്ടുണ്ട് എന്ന ബോധ്യമുണ്ട്. പക്ഷെ ഇത് ബോധ്യപ്പെടാതെ നമ്മൾ പോകാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഇത്രയും വിശദമായി അത് സൂചിപ്പിച്ചത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ആ വിഷയത്തിൽ നമ്മൾ പഠിച്ചു വെക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ജാഗ്രത പുലർത്തേണ്ടുന്ന ഒരു ഭാഗമുണ്ട്. അത് നമ്മൾ ഇടപെടുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ലോകത്തിലാണ്. അവിടെ പല വിധത്തിലുള്ള വാർത്തകളും വ്യാജ വാർത്തകളും പരന്നു നടക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഒന്നും വക്താക്കളാകാൻ പാടില്ല, അതിനോട് അറിയാതെ പ്രതികരിക്കാൻ പാടില്ല എന്ന കൃത്യമായ ബോധ്യം വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കുണ്ടാവണം. വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന കൂടിയാണത്. 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 6-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ. നിങ്ങളോട് അധാർമിയായ ഒരു മനുഷ്യൻ ഒരു വാർത്തയുമായി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ നിങ്ങൾ അതിനോട് പ്രതികരിക്കരുത്. കാരണം അതുകൊണ്ട് ഒരു സമുദായത്തിന് തന്നെ, നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ഒരു സമുദായത്തിന് തന്നെ അത് ദോഷകരമായി ബാധിച്ചേക്കാം. നിങ്ങൾക്ക് പിന്നീട് ഖേദം പ്രകടിപ്പിക്കേണ്ടി വരികയും ചെയ്തേക്കാം എന്ന്. അതുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ഇപ്പോഴും ഹംന ജീവിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഫോട്ടോ മരുഭൂമിയിൽ കണ്ടു എന്ന രൂപത്തിലുള്ള പലതും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. പലരും അത് വ്യാപകമായി ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണിത് എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് അറിയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, നമ്മുടെ ഈ രൂപത്തിലുള്ള ഇടപെടലുകൾ ഒരുപക്ഷെ ഒരു ഉമ്മത്തിന് വലിയ അപകടം ഉണ്ടാക്കും എന്ന് ചരിത്രം നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഉഹുദിൻ്റെ ചരിത്രത്തിൽ അതുണ്ട്. അമ്പെയ്ത്തുകാരായ ആളുകൾ ആ ഗനീമത്ത് നഷ്ടപ്പെടുമോ എന്ന ഒരു വാർത്ത പരന്നപ്പോഴാണ് ഓടിയിറങ്ങാൻ ശ്രമിച്ചത്. അതാണ് പരാജയത്തിന് കാരണമായത്. ആധുനിക ചരിത്രത്തിൽ തന്നെ നമുക്കതിന് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. 1967 നടന്നിട്ടുള്ള അറബ് ഇസ്രായേൽ യുദ്ധം. ആ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ അന്ന് ഒരു കാരണവശാലും ജയിക്കാൻ സാധ്യതയില്ലാത്ത ഇസ്രായേൽ, ആ യുദ്ധത്തിലെങ്ങാനും അറബികൾ ജയിച്ചിരുന്നുവെങ്കിൽ ലോക മുസ്ലിം ഉമ്മത്തിൻ്റെ തലവര തന്നെ മാറിയേനെ. പക്ഷേ 1967 ജൂൺ മാസത്തിൽ ഒരു പുലർക്കാലത്ത് മുസ്ലിം സൈന്യത്തിൻ്റെ, അറബി സൈന്യത്തിൻ്റെ വക്താക്കളുടെ ഇടയിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ആ മെസ്സേജ് അവരുടെ ഈജിപ്തിൻ്റെ നേതാവായിട്ടുള്ള ഭരണാധികാരിയായ അൻവർ സാദത്ത് സൈന്യത്തെ സന്ദർശിക്കാൻ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിക്കപ്പെടാതിരിക്കാൻ എല്ലാ റഡാറുകളും ഓഫാക്കണം എന്നാണ്. കേട്ട പാതി കേൾക്കാത്ത പാതി മുസ്ലിം സൈന്യം അത് അംഗീകരിച്ചു. അവർ എല്ലാ റഡാറുകളും ഓഫാക്കി. എല്ലാ നിരീക്ഷണ സംവിധാനങ്ങളും ഓഫായ സമയത്താണ് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിലൂടെ ഈജിപ്ത് നശിപ്പിക്കപ്പെട്ടത് എന്ന ബോധ്യം നമുക്ക് വേണം. ഒരുപക്ഷെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ പരത്തുന്ന വാർത്തകൾ ഒരു ഉമ്മത്തിൻ്റെ നാശത്തിന് തന്നെ കാരണമായേക്കാം. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ആയുധം നമ്മുടെ കയ്യിലാണുള്ളത്. അത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്ന ഏറ്റവും നല്ല സമയത്തും നമ്മൾ ഉണർവിലാണ്. ഈ റമദാനിൻ്റെ രാത്രികളിൽ, ആ സമയങ്ങളിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഈ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കും. നോമ്പുകാരായി നമ്മൾ നടത്തുന്ന, പരീക്ഷീണിതരായി നമ്മൾ നടത്തുന്ന ഈ പ്രാർത്ഥനകൾ അള്ളാഹു തട്ടില്ല. അതും മദ്ലൂമുകളായിട്ടുള്ള, ആക്രമിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നാം നടത്തുന്ന ഈ പ്രാർത്ഥന റബ്ബ് കൈയൊഴിക്കില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് അവരെ ഈ പ്രയാസക്കയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മളിൽ നിന്നും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ, അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ.
മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്നത്തെ നമ്മുടെ പള്ളിയിലെ കളക്ഷൻ കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന കെയർ ഹോം എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റേതാണ്. നമുക്കറിയാം, പല വിധത്തിലുള്ള അത്യാവശ്യവും മാരകവുമായ ചികിത്സകൾ നടന്നുകൊണ്ടിരിക്കുന്ന, ഓപ്പറേഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അണുബാധ ഏൽക്കാതെ സൗജന്യമായി അവർക്ക് പാർക്കാനുള്ള സംവിധാനമാണ് കോഴിക്കോട് ഒരുക്കിയിട്ടുള്ളത്. പലപ്പോഴും പതിനായിരങ്ങളും ലക്ഷങ്ങളും ഒക്കെ കൊടുത്താൽ മാത്രം ലഭിക്കാവുന്ന ഇത്തരം സംവിധാനങ്ങൾ സൗജന്യമായിട്ടാണ് എല്ലാ ആളുകൾക്കും ഉറപ്പുവരുത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് കഴിവിൻ്റെ പരമാവധി അതുമായി സഹകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ മരണപ്പെട്ടു പോയ ആളുകൾ, അവരുടെ ഖബറുകളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിൽ ഹാജാത്ത് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅന اللهم دمر أعداءنا اللهم دمر أعداءنا وأعداءك يا رب العالمين وشتت شملهم وفرق جمعهم ومزقهم كل ممزق يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.